നമസ്കാരം. സൂഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന മിഥുനക്കൂറിലുമാണ്. ഇടവക്കൂറുകാർക്ക് അപജയസ് 2-ൽ നിന്നിരുന്ന വ്യാഴമാണ് അപജയസ്ഥാനത്ത് ഇപ്പോൾ 3-ലേക്ക് മാറിയത്. അപ്പോൾ ചാരവശാലിത്തിരി ദൈവാധീനക്കുറവുള്ള ഒരു സമയമാണ്. മാത്രമല്ല, നിവർത്തി സ്ഥാനാധിപതി ആണെങ്കിലും ദുരിത ഭവനാധിപതിയായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിലാണ്. അപ്പോൾ ലഗ്നേ കുജേ ക്ഷതതനു എന്ന് പറയുന്ന യോഗം ഉള്ളത് കൊണ്ട് ശരീരത്തിലെ തട്ട്, മുട്ട്, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലതാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകാഗ്രതയൊക്കെ കിട്ടും. അതുപോലെ നന്നായിട്ട് സംസാരിക്കാനും ബുദ്ധിപരമായ സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ള സമയമാണ്. പക്ഷേ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം ഒക്കെ ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിവർത്തന യോഗം ഉള്ളത് കാരണം നമ്മളെക്കാൾ കൂടുതൽ വീടിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹോദര സ്ഥാനത്തോ സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികൾക്കൊക്കെ പ്രാധാന്യം കൈവരുന്നൊരു സമയമൊക്കെ ആയിട്ടാണ് കാണുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക. ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്ര നൈവിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യുക. അതേപോലെ തന്നെ 10-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് കർമാധിപതി ലാഭസ്ഥാനത്തുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ചെറിയ തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ടതാണ് വീട് വിട്ട് നിൽക്കാൻ ഇടവരുന്ന യോഗമുള്ളൊരു സമയമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് മിഥുനക്കൂറാണ്. അപ്പം മിഥുനക്കൂറുകാർക്ക് കുറേ നാളായിട്ട് ദോഷങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി തന്നെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അതേപോലെ സാമ്പത്തികമായിട്ടും വലിയൊരു പ്രശ്നങ്ങളില്ലാതെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന സമയമാണ്. കണ്ടകശനി ദോഷമുണ്ട്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം കാലിൻ്റെ നടു മുതൽ കാൽപാദം വരെയുള്ള ഭാഗത്ത് ഉള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ കഴുത്ത് വേദന പോലെയുള്ള പ്രശ്നങ്ങൾക്കും യോഗമുള്ളൊരു സമയമാണ്. അതേപോലെ 12-ൽ ചൊവ്വയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 10 രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് 20 രൂപ ചിലവാക്കേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ തൊഴിലും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി സ്വതന്ത്രമായിട്ട് അങ്ങോട്ടെങ്കിലും പോകണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് അത് നടക്കാതെ വരുന്ന ഒരു സമയമാണ്. പക്ഷേ എങ്കിലും പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും തൊഴിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനും യോഗമുണ്ട്. അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്ന കാര്യം മുടക്കാതിരിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മകര നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.